കോട്ടയും അവനല്ലയോ, ജീവന്റെ മാർഗവും അവനല്ലയോ, സത്യവും സ്നേഹവും അവനല്ലയോ, നീതിയും നിയമവും അവനല്ലയോ. ചെങ്കടൽ കണ്ടു ഭയം വേണ്ട, മരുവിൽ ദൈവം കൂട്ടിനില്ലേ, തളരാതെ താങ്ങി നടത്തുമവൻ, സകലം കാക്കും ദൈവമവൻ. പ്രിയപ്പെട്ടവരെ, ഓരോ മരണവും യഥാർത്ഥത്തിൽ ഒരു ദൈവിക ദർശനം നൽകേണ്ടതാണ്. നമ്മൾ എത്രയോ ശവസംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ചിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ നീ ഈ മരണ ചടങ്ങിൽ സംബന്ധിക്കുകയാണ് എങ്കിൽ സ്വർഗത്തെക്കുറിച്ചുള്ള ദൈവത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് നിനക്ക് ഉണ്ടാകും. അങ്ങനെ ഒരു കാഴ്ചപ്പാട് കിട്ടിയ വ്യക്തിയെ പരിചയപ്പെടുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് യേശയ്യ പ്രവാചകനാണ്. വളരെ ശക്തമായി തൻ്റെ പ്രവാചക ദൗത്യം നടത്തിയ പ്രവാചകനാണ് യേശയ്യ പ്രവാചകൻ. ഞാൻ പറയട്ടെ, ഇദ്ദേഹം ഇങ്ങനെ സ്വർഗത്തിൽ നിന്നിങ്ങനെ താഴേക്ക് നൂലിൽ കെട്ടി ഇറക്കിയ ഒരു വ്യക്തിയൊന്നുമല്ല യേശയ്യ പ്രവാചകൻ. എന്നെയും നിങ്ങളെയും പോലെ ഒരു സാധാരണ പച്ച മനുഷ്യൻ, സാധാരണ ആഗ്രഹങ്ങളുള്ള ഒരു മനുഷ്യൻ. ഇതാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ചെറുപ്പക്കാരൻ്റെ ആഗ്രഹം എന്താണ്? നല്ലൊരു ജോലി നേടണം, സുന്ദരിയായ നല്ല സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണം, നല്ലൊരു വീട് വേണം, കാറ് വേണം, സുഖമായിട്ട് ജീവിക്കണം. ഞാൻ ചിന്തിക്കുന്നത് ഈ യേശയ്യായും ഇങ്ങനെയുള്ള ലോകത്തിൻ്റെ മോഹങ്ങൾ പേറിയിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. ജീവിതം അടിച്ചു പൊളിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടായി. There was a turning point in his life. അത് എന്താണെന്ന് അദ്ദേഹം സാക്ഷ്യം എഴുതിയിട്ടുണ്ട്. യെശയ്യയുടെ പുസ്തകത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങൾ വീട്ടിൽ ചെന്ന് അത് വായിച്ചു നോക്കണം. യെശയ്യയുടെ പുസ്തകം 6-ാം അധ്യായത്തിലാണ് യേശയ്യായുടെ ജീവിതത്തെ വഴിതിരിച്ചു വിട്ട അനുഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ഇപ്രകാരമാണ് പറയുന്നത്. അദ്ദേഹത്തിന് ഒരു ദൈവാനുഭവം ഉണ്ടായി. ദൈവത്തിന് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുവാൻ യേശയ്യ തീരുമാനിച്ചതിൻ്റെ പിന്നിൽ ആഴമായ ഒരു ദൈവിക ദർശനമുണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് 6-ാം അധ്യായത്തിൽ പറയുന്നത്. അദ്ദേഹം പറയുന്നു, എനിക്ക് ഈ ദൈവിക ദർശനം ഉണ്ടായത് എപ്പോഴാണ്? ഉസിയ രാജാവ് മരിച്ച വർഷം ഞാൻ കർത്താവിനെ കണ്ടു. പ്രൈസ് ദി ലോർഡ്. എപ്പോഴാണ് കർത്താവിനെ കണ്ടത്? ഉസിയ രാജാവ് മരിച്ച വർഷം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ മരണവും ദർശനവും തമ്മിൽ എന്താണ് ബന്ധമുള്ളത്? നിശ്ചയമായും ബന്ധമുണ്ട്. ഞാൻ ഇപ്രകാരമാണ് അതിനെ മനസ്സിലാക്കുന്നത്. ഉസിയ രാജാവ് യൂദായിലെ പ്രതാപവാനായ, ശക്തനായ, എല്ലാ സമ്പത്തിൻ്റെ ഉടയവനായ രാജാവ്. ഇയാളുടെ വിസയുടെ കാലാവധി തീർന്നപ്പോൾ രാജാവാണെങ്കിലും പോകണം, എത്ര പണക്കാരനാണെങ്കിലും പോകണം, എല്ലാം വിട്ട് അയാൾ പോവുകയാണ്. അയാളെ ഇങ്ങനെ ശവപ്പെട്ടിയിൽ, ശവമഞ്ചത്തിൽ ഈ ഉസിയായെ ഇങ്ങനെ കിടത്തിയിരിക്കുക. അപ്പോൾ നാട്ടിലുള്ള ജനങ്ങൾ മുഴുവനും അന്ത്യോപചാരം അർപ്പിക്കുവാൻ വേണ്ടി കൊട്ടാരത്തിൽ വരികയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇവരുടെ കൂട്ടത്തിൽ ആരുണ്ട്? നമ്മുടെ ഈ ചെറുപ്പക്കാരൻ യെശയ്യ. ലോകത്തിൻ്റെ സുഖങ്ങൾ മനസ്സിൽ താലോലിക്കുന്ന ഈ ചെറുപ്പക്കാരനുണ്ട്. അവൻ ഈ രാജാവിൻ്റെ ശവമഞ്ചത്തിൻ്റെ അടുത്തേക്ക് വന്നു നോക്കി, ആ ശവശരീരത്തിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അവന് മനസ്സിലായി, ഇന്നലെ വരെ പ്രതാപശാലിയായിരുന്ന രാജാവ്, ശക്തനായിരുന്ന രാജാവ്, വളരെ സമ്പന്നനായിരുന്ന രാജാവ്, ഇതാ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ജീവൻ നഷ്ടപ്പെട്ട് ഈ ശവപ്പെട്ടിയിൽ കിടക്കുന്നു. അവന് മനസ്സിലായി, അവനൊരു തിരിച്ചറിവുണ്ടായി, ഈ ലോകം നശ്വരമാണ്, ഈ ലോകം താൽക്കാലികമാണ്, ഇവിടെ ഉണ്ടാക്കുന്ന സമ്പത്ത് കൊണ്ടുപോകുവാൻ പറ്റാത്തതാണ്, ഇവിടെ എന്തുമാത്രം നേടിയെടുത്താലും അതിന് മൂല്യമില്ല എന്ന് അവന് തിരിച്ചറിവുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അവൻ ആലോചിച്ചു, ഇതൊക്കെ താൽക്കാലികം, പോയി മറയുന്നീ ക്ഷണഭംഗുരമാം ലോകവും അതിലെ ജഡികാശികളും. അങ്ങനെയല്ലേ പറയുന്നത്?
നമ്മൾ പാടുന്നത്? നമ്മളൊന്നും കേൾക്കുന്നില്ല. അതൊക്കെ നമ്മൾ പാടുന്നേ ഉള്ളൂ. ഈ ലോകം താൽക്കാലികമാണെങ്കിൽ, ഇത് കടന്നു പോകുന്നതാണെങ്കിൽ, കടന്നു പോകാത്തവനായി ഒരാളുണ്ട്, മാറ്റമില്ലാത്തവനായി ഒരാളുണ്ട്. അതാരാണ് എന്ന് അവൻ അന്വേഷിക്കുവാൻ തുടങ്ങി. ആ ദൈവം ഇരിക്കുന്ന ജെറുസലേം ദേവാലയത്തിലേക്ക് യെശയ്യാ ആ രാജകൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജെറുസലേം ദേവാലയത്തിൽ അവൻ ഏറ്റവും മുമ്പിലിരുന്ന് അവൻ ഉള്ളുരുകി, ഹൃദയം നുറുങ്ങി, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, ദൈവമായ കർത്താവേ, അവിടുന്നാണ് മാറ്റമില്ലാത്തവനെങ്കിൽ എനിക്ക് ഈ നിമിഷം അങ്ങയെ വെളിപ്പെടുത്തണമേ, അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തണമേ, അങ്ങയെ കാണുവാനായിട്ട് എൻ്റെ ഈ കണ്ണുകളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ കരഞ്ഞ് വാശിയോടെ പ്രാർത്ഥിച്ചപ്പോൾ ഇതാ മക്കളുടെ വാശിക്ക് മുമ്പിൽ കീഴടങ്ങുന്ന സ്വർഗത്തിൻ്റെ പിതാവ് യെശയ്യായ്ക്ക് വലിയൊരു ദർശനം നൽകുകയാണ്. അവനിതാ കാണുന്നു, നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുകയാണ്. ഇതാ ആ ജെറുസലേം ദേവാലയത്തിൻ്റെ അൾത്താരയിൽ ഒരു സിംഹാസനത്തിൽ രാജാവിനെ പോലെ, രാജാതിരാജനെ പോലെ പ്രൗഢിയോടെ, പ്രതാപത്തോടെ ഇതാ ദൈവം ഉപവിഷ്ടനായിരിക്കുന്നത് അവൻ കാണുകയാണ്. ഈ ദൈവത്തിൻ്റെ വലുപ്പം നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? ഇവിടെ പറയുകയാണ്, ഈ ദൈവം ധരിച്ചിരിക്കുന്ന ആ വസ്ത്രമുണ്ടല്ലോ, അത് ദേവാലയം മുഴുവനും നിറഞ്ഞിരിക്കുന്നു. ഊഹിക്കാൻ പറ്റും എത്രയാ ദൈവത്തിൻ്റെ വലിപ്പം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവത്തിൻ്റെ മുമ്പിൽ സെറാഫുകൾ, അനേക സെറാഫുകൾ നിറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. ഇവർക്ക് 6 ചിറകുകൾ ഉണ്ടായിരുന്നു. മലകമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവിടെ പറയുന്നത് 6 ചിറകുകളുണ്ട്. എന്താ ഈ 6 ചിറകുകളുടെ ഉപയോഗം? 2 ചിറകുകൾ പറക്കാനുള്ളതാണ്, 2 ചിറകുകൾ കണ്ണുകളെ മറയ്ക്കാനുള്ളതാണ്. എന്തിനു വേണ്ടി? പ്രതാപപൂർണനാണ് ദൈവം. സൂര്യനേക്കാൾ 10,000 മടങ്ങ് ശക്തിയുള്ളവനാണ് ദൈവം. ദൈവത്തെ കാണുവാൻ മാലാഖമാർക്ക് പോലും സാധിക്കുകയില്ല. അത്രയും പ്രതാപപൂർണനായ ദൈവം. നമ്മൾ അവിടേക്കാണ് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. 2 ചിറകുകൾ കൊണ്ട് പാദം മറച്ചിരുന്നു. ഈ മാലാഖമാർക്ക് ഒരു ജോലി മാത്രമേ ഉള്ളൂ, ദൈവം പരിശുദ്ധൻ 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 എന്ന് പാടി പുകഴ്ത്തിക്കൊണ്ട് ദൈവത്തെ ഇവരിങ്ങനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വലതുകരത്തിൽ ഹല്ലേലൂയ, ശബ്ദമുയർത്തി ഹല്ലേലൂയ. ഈ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുവാനായിട്ട് യെശയ്യായ്ക്ക് അവസരമുണ്ടായപ്പോൾ യെശയ്യാ ഉള്ളിലേക്ക് തിരിഞ്ഞു. ദൈവമേ, അങ്ങയുടെ ഈ ദർശനം സ്വീകരിക്കുവാനായിട്ട് എനിക്ക് യോഗ്യതയില്ല. കാരണം ഞാൻ മഹാപാപിയാണ്, ദുർഭകനായ മനുഷ്യനാണ്, അശുദ്ധമായ അധരങ്ങളുള്ളവനാണ് എന്നവൻ ഏറ്റുപറയുകയാണ്. ദൈവം അവൻ്റെ അശുദ്ധിയിലേക്ക് കടന്നു വന്ന് അവൻ്റെ അധരങ്ങളെ വിശുദ്ധീകരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഒരു സ്വരം ഇങ്ങനെ അവൻ കേൾക്കുകയാണ്, ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് നമുക്ക് വേണ്ടി പോവുക? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ജെറുസലേം ദേവാലയം യഹൂദന്മാർക്കുള്ള ഏക ദേവാലയമാണ്. എന്ന് പറഞ്ഞാൽ ആ ദേവാലയത്തിൽ ദൈവത്തെ ആരാധിക്കുവാനായി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് അനേകായിരം യഹൂദന്മാര് അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ അവരാരും ദൈവത്തിൻ്റെ ഈ സ്വരം കേട്ടില്ല. ആരും കേട്ടില്ല. കാരണം അവരാരും ദൈവത്തെ കണ്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവിക ദർശനം സ്വീകരിച്ച ഒരേ ഒരു വ്യക്തി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവൻ പറഞ്ഞു, ഞാൻ ഈ നശ്വരമായ ലോകത്തിന് വേണ്ടി ഇനി ജീവിക്കുന്നില്ല. ദൈവമേ, എൻ്റെ ഈ ചോരത്തിളപ്പുള്ള യൗവനം മുഴുവനും ഇതാ നിന്റെ കരങ്ങളിലേക്ക് ഒരു താലത്തിൽ നിനക്കായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. ഇതാ ഞാൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എന്നെ അയച്ചാലും. പ്രിയപ്പെട്ടവരെ, ഈ നഗരത്തില് യേശുവിന് വേണ്ടി, മഹത്വപൂർണനായ ദൈവത്തിന് വേണ്ടി അധ്വാനിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ നിശ്ചയമായും ഈ കൺവെൻഷനിലൂടെ നിങ്ങൾക്ക് ഈ ബോധ്യമുണ്ടായിരിക്കണം, ദൈവം മാത്രമാണ് മാറ്റമില്ലാത്തവൻ. ആ ദൈവം അമൂല്യതയുള്ളവനാണ്, അവന് വേണ്ടിയാണ് ഞാൻ ജീവിക്കേണ്ടത് എന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സ്വർഗമുണ്ട്, നരകമുണ്ട്. ഈ ലോകം താൽക്കാലികമാണ്, ഇത് നശിച്ചു പോകുന്നതാണ്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. സ്വർഗമുണ്ട്, നരകമുണ്ട്,
ഈ ലോകം അവസാനിക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തുവാൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ തെളിവുകൾ നിരത്തുകയാണ്. ഒന്ന്, ആദ്യത്തെ തെളിവ് കർത്താവായ യേശുവിൻ്റെ വാക്കുകൾ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു ഇപ്രകാരം പറഞ്ഞു, ആകാശവും ഭൂമിയും കടന്നു പോകും, പക്ഷേ എൻ്റെ വചനങ്ങൾ ഒരിക്കലും കടന്നു പോവുകയില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ യേശു പറഞ്ഞ ഓരോ വാക്കും 100% സത്യമായി നമ്മൾ വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തെക്കുറിച്ച് യേശു പറഞ്ഞ വചനങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉദ്ധരിക്കട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 28-ാം വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 28-ാം വാക്യം. സ്വർഗം എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക ചിത്രമല്ല, ഇറ്റ് ഈസ് എ റിയാലിറ്റി. അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് യേശുവിൻ്റെ വാക്കുകൾ വെളിപ്പെടുത്തുകയാണ്. 16:28 ഇപ്രകാരം പറയുന്നു, ഞാൻ പിതാവിൽ നിന്ന് പുറപ്പെട്ട് ഇതാ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താണ് ഈശോ പറഞ്ഞത്? ഞാൻ പിതാവിൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. ഇതാ വീണ്ടും ലോകത്തെ വിട്ട് ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ വാക്കുകൾ നിങ്ങളൊന്ന് നന്നായിട്ട് വായിച്ച് ധ്യാനിക്കണം വീട്ടിൽ ചെല്ലുമ്പോൾ. ഇവിടെ ഉപയോഗിക്കുന്ന 2 വാക്കുകൾ, നിന്ന്, പുറപ്പെട്ട്. എപ്പോഴാണ് നമ്മൾ ഈ പുറപ്പെട്ട് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്? പുറപ്പെട്ട് എന്ന വാക്ക് ഉപയോഗിക്കുന്നപ്പോഴാണ് ഒരു സ്ഥലത്ത് നിന്ന് പോകുമ്പോഴാണ് പുറപ്പെടുക എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലേ? ഇപ്പോൾ നമ്മൾ പറയുകയാണ്, ബാംഗ്ലൂർ നഗരത്തിൽ നിന്ന് ഒരു ബസ് കോഴിക്കോടിന് പുറപ്പെടുന്നു. അതിൻ്റെ അർത്ഥം എന്താ? ബാംഗ്ലൂർ ഒരു പ്ലേസാണ്, ഒരു യഥാർത്ഥമായ സ്ഥലമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ബാംഗ്ലൂരിൽ നിന്ന് ഒരു ട്രെയിൻ കണ്ണൂരിന് പുറപ്പെടുന്നു. അതിൻ്റെ അർത്ഥം എന്താ? ഈ സ്ഥലം ഒരു യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ടവർ, അങ്ങനെയാണെങ്കിൽ യേശു ഉപയോഗിച്ച അതേ വാക്കുകളാണ്. ഞാൻ പിതാവിൽ നിന്ന് പുറപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. പിതാവായ ദൈവം ഇരിക്കുന്ന ആ സ്ഥലത്ത് നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത്. അതൊരു സാങ്കല്പികമായ സ്ഥലമല്ല, അതൊരു യഥാർത്ഥമായ സ്ഥലമാണ്. ഞാനും നിങ്ങളും എത്തിച്ചേരേണ്ട യഥാർത്ഥ ഭവനം അത് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വലതുകരത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 2ഉം 3ഉം വാക്യങ്ങൾ ഇപ്രകാരമാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. പ്രൈസ് ദി ലോർഡ്. യേശു എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. നിനക്ക് ജോലിയില്ല, നിന്റെ കല്യാണം നടന്നിട്ടില്ല, കുഞ്ഞുങ്ങളുണ്ടായിട്ടില്ല, മാരകമായ രോഗത്തിന് നീ അടിമയാണ്. പക്ഷേ യേശു പറയുന്നു, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീര് സാരമില്ല. കാരണം എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് എന്നേക്കും ആനന്ദിക്കുവാനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി വസതി ഒരുക്കിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ലോകത്തിലുള്ള വിഷമങ്ങൾ താൽക്കാലിക വിഷമങ്ങളാണ്. കൂടിപ്പോയാൽ 100 വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന കഷ്ടപ്പാടുകളേ ഉള്ളൂ. ഇത് പരാതി കൂടാതെ, പിറുപിറുപ്പ് കൂടാതെ, സന്തോഷത്തോടെ നീ സ്വീകരിക്കുകയാണെങ്കിൽ എൻ്റെ പിതാവിൻ്റെ വസതിയിലേക്ക് ഞാൻ നിന്നെ സ്വീകരിക്കും. പ്രൈസ് ദി ലോർഡ്. കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ലോകം താൽക്കാലികമാണ്, ഈശോ പറഞ്ഞിട്ടുണ്ട്. നമ്മളീ കാണുന്ന മനോഹരമായ പ്രപഞ്ചമുണ്ടല്ലോ, ഇത് നശിച്ചു പോകും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ പറയുന്നു, ആ കാലത്തെ പീഡകൾക്ക് ശേഷം, ലോകത്തിൻ്റെ അവസാനം എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാമോ? ബൈബിളിൽ പറയുന്നുണ്ട്, ആ കാലത്ത് വലിയ പീഡകളുണ്ടാകും, ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ വേട്ടയാടപ്പെടും. അവസാനം എന്ത് സംഭവിക്കും? ആ കാലത്തെ പീഡകൾക്ക് ശേഷം പെട്ടെന്ന് സൂര്യൻ ഇരുണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. ഈ കത്തിക്കാളുന്ന സൂര്യനുണ്ടല്ലോ, ഈ ഭൂമിക്ക് മുഴുവനും പ്രകാശം നൽകുന്ന സൂര്യനുണ്ടല്ലോ, ഇത് ഇരുണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. ചന്ദ്രൻ പ്രകാശം തരികയില്ല, നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിന്ന് പതിക്കും. അപ്പോൾ
മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് പ്രത്യക്ഷപ്പെടും. അതിനുശേഷം മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തോടുകൂടെ എഴുന്നള്ളുന്നത് നിങ്ങൾ കാണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിനെ സ്നേഹിക്കുന്നവര്, കർത്താവിന് വേണ്ടി ജീവിക്കുന്നവര് അവര് നിശ്ചയമായും കാണും മഹത്വപൂർണനായി എഴുന്നള്ളി വരുന്ന ദൈവപുത്രനെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 വീണ്ടും മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തില് അന്ത്യവിധിയെക്കുറിച്ച് പറയുന്നുണ്ട്. സ്വർഗത്തെക്കുറിച്ച് ഈശോ പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്തിൻ്റെ അവസാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് ട്രാൻസിയൻ്റ് ആണ്, താൽക്കാലികമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ലോകത്തിൻ്റെ അവസാനം അന്ത്യവിധിയുണ്ട് എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാം അധ്യായത്തിലാണ്. മനുഷ്യപുത്രൻ മഹത്വത്തോടുകൂടെ വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാകും. അവൻ്റെ മുമ്പിൽ സകല ജനതകളും ഒരുമിച്ച് ചേർക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അവൻ ഓരോ വ്യക്തിയെയും അവൻ്റെ നന്മയനുസരിച്ച് തിന്മയനുസരിച്ച് വേർതിരിക്കും, ചെമ്മരിയാടുകളെയും കോലാടുകളെയും വേർതിരിക്കുന്നത് പോലെ. പ്രൈസ് ദി ലോർഡ്. 25-ന്റെ 46-ാം വാക്യം ശ്രദ്ധിക്കണം. ദുഷ്ടത ചെയ്തവർ, വഞ്ചനയിൽ ജീവിച്ചവർ, ദൈവത്തെ അവഗണിച്ചുകൊണ്ട് ജീവിച്ചവർ, ഇത് സ്ഥിരം വസതിയാണെന്ന് വ്യാമോഹിച്ചുകൊണ്ട് സുഖമോഹങ്ങളിൽ ഏർപ്പെട്ടവർ നിത്യശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പോകും. സ്വർഗമുണ്ട് എന്ന് യേശു പറയുന്നു, നരകമുണ്ടെന്ന് പറയുന്നു. നിത്യശിക്ഷയാണ്, മോചനമില്ല, നിത്യജീവനാണ്. അവിടെ ദൈവത്തോടു കൂടി ജീവിക്കുന്ന സ്വർഗരാജ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 വെണ്മ വസ്ത്രം ധരിച്ചവർ, കുരുത്തോല കയ്യിൽ പിടിച്ചവർ, അവരുടെ കൂടെ നമ്മൾ ഓരോരുത്തരും കൂടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇറ്റ് ഈസ് എ റിയാലിറ്റി. അതൊരു സങ്കല്പമല്ല, അതൊരു യാഥാർത്ഥ്യമാണ് എന്നാണ് ഞാൻ യേശുവിൻ്റെ വാക്കുകളിലൂടെ നിങ്ങളോട് പറഞ്ഞത്. വീണ്ടും സഭയുടെ 2 പില്ലേഴ്സ്, സെയിൻറ്റ് പോൾ ആൻഡ് സെയിൻറ്റ് പീറ്റർ, അവര് സ്വർഗത്തെക്കുറിച്ച്, നിത്യ ജീവനെക്കുറിച്ച്, അന്ത്യവിധിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സെയിൻറ്റ് പോൾ, വിശുദ്ധ പൗലോസ്ലീഹ തൻ്റെ ലേഖനത്തിൽ 1 കൊറിന്ത്യർ 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. സ്വർഗത്തെക്കുറിച്ചുള്ള മനോഹരമായൊരു വിവരണം. 1 കൊറിന്ത്യർ 2:9 എന്താണ് പറയുന്നത്? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി, ആർക്ക് വേണ്ടിയിട്ടാ? എല്ലാവർക്കും ഇല്ല കേട്ടോ. തന്നെ സ്നേഹിക്കുന്നവർക്കായി, തൻ്റെ സ്നേഹം തിരിച്ചു നൽകുന്നവർക്കായി ഒരുക്കിയിട്ടുള്ളത് ആ സ്വർഗം. അത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, മനുഷ്യന്റെ മനസ്സ് ഗ്രഹിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നമുക്കൊരിക്കലും മനസ്സിലാക്കുവാനോ ആസ്വദിക്കുവാനോ പറ്റാത്ത അത്രയും മനോഹരമായിട്ടുള്ള മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ്, അതാണ് സ്വർഗരാജ്യം എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. നിങ്ങൾ ഇന്ന് രാത്രിയിൽ വായിക്കണം വെളിപാടിൻ്റെ പുസ്തകം 21-ാം അധ്യായം. വെളിപാടിൻ്റെ പുസ്തകം 21-ാം അധ്യായത്തിൽ സ്വർഗത്തെക്കുറിച്ച് മനോഹരമായിട്ടുള്ളൊരു വിവരണമുണ്ട്. വീട്ടിൽ പോയി വായിക്കണം. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. വെളിപാടിൻ്റെ പുസ്തകം 21-ാം അധ്യായം സ്വർഗീയ ജെറുസലേമെക്കുറിച്ച് യോഹന്നാനുണ്ടായ വെളിപാട് അദ്ദേഹത്തിൻ്റെ പരിമിതമായ ഭാഷയിൽ എഴുതിയിട്ടുണ്ട്. അത് ഒരു ചെറിയ വിവരണം മാത്രമേ ഉള്ളൂ. പൗലോസ്ലീഹ പറഞ്ഞു, ഇറ്റ് കനോട്ട് ബി ഡിസ്ക്രൈബ്ഡ്, അത് വിവരിക്കുവാൻ പറ്റുകയില്ല, അത്രമാത്രം മനോഹരമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എല്ലാവർക്കും ഇത് ഗ്രഹിക്കാൻ പറ്റുകയില്ല. ഈ ലോകത്തിലെ ബുദ്ധിജീവികൾ, അഹങ്കാരികൾ, അവർ പുച്ഛിച്ചു തള്ളും. ഇത് വെറും മണ്ടത്തരമാണ്, ശുദ്ധമോഷ്കാണ് എന്ന് പുച്ഛിച്ചു തള്ളുമ്പോൾ ആരാണ് സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്? ആർക്കാണ് ദൈവത്തെക്കുറിച്ച് ചിന്തയുണ്ടാകുന്നത്? പൗലോസ്ലീഹ പറയുന്നു, എന്നാൽ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമുക്ക് ഇത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സന്തോഷിക്കാം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് നമുക്ക് ഇത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. സ്വർഗമുണ്ട് എന്നുള്ള കാര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എൻ്റെ ബുദ്ധിയിലേക്ക് അയക്കണമേ,
ഇതൊരു യാഥാർത്ഥ്യമാണെന്നുള്ള ബോധ്യം എനിക്ക് നൽകണമേ. കാരണം പരിശുദ്ധാത്മാവ് സഹായിച്ചില്ല എങ്കിൽ ഇതൊരു കെട്ടുകഥയാണ് എന്ന് മാത്രമേ നിങ്ങൾ ചിന്തിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും അന്ത്യവിധിയെക്കുറിച്ച് യേശു പറഞ്ഞ കാര്യം പൗലോസ് ലീഹ കൊറിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ വീണ്ടും ആവർത്തിക്കുന്നു. നാം ഓരോരുത്തരും എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ദൈവത്തെ സ്നേഹിച്ചവരും ദൈവത്തെ സ്നേഹിക്കാത്തവരും എല്ലാ മനുഷ്യരും, അതിൽ വ്യത്യാസമില്ല. നാം ഓരോരുത്തരും നമ്മുടെ ശാരീരികതയിൽ ചെയ്ത നന്മതിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുവാനായി ദൈവത്തിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ശരീരത്തിൽ ചെയ്ത നന്മകൾ, ശരീരത്തെ വിശുദ്ധമായി നീ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ റിവാർഡ് നിശ്ചയമാണ്. എന്നാൽ നീ ശരീരത്തെ വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ശിക്ഷ നിശ്ചയമാണ്. ദൈവം നിന്നെ വിധിക്കുമെന്ന് പൗലോസ് ലീഹ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വീണ്ടും സെയിന്റ് പീറ്റർ, വിശുദ്ധ പത്രോസ് ലീഹ തൻ്റെ ലേഖനത്തിലെ 2-ാം ലേഖനത്തിലെ 3:10 പ്രകാരം പറയുന്നു, മരണം കള്ളനെ പോലെ വരും. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൻ്റെ അവസാനം കള്ളനെ പോലെ വരും. പ്രൈസ് ദി ലോർഡ്. കള്ളൻ എങ്ങനെയാണ് വരുന്നത്? ഫോൺ വിളിച്ചിട്ട്, ഹലോ, ഞാൻ ഇത്ര മണിക്ക് നിങ്ങളുടെ വീട്ടിൽ വരും കേട്ടോ, അതുപോലെയാണ് വരുന്നതെന്നാണ് പത്രോസ് ലീഹ പറഞ്ഞത്. കള്ളൻ വരുന്നത് പോലെ അപ്രതീക്ഷിതമായിട്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുമ്പോൾ ആയിരിക്കും നിന്റെ അവസാനം, നിന്റെ ലോകാവസാനം. പെട്ടെന്ന് മരിക്കുന്നവരെ കുറിച്ച് നമ്മൾ പറയുന്നിട്ടില്ലേ? അവൻ്റെ വിസ കഴിഞ്ഞു, പെട്ടെന്നാണ് നമ്മൾ പറയുന്നത്, പക്ഷേ അവനൊരുങ്ങിയിട്ടില്ല. അപ്രതീക്ഷിതമായിരിക്കും നിന്റെ മരണം, നിന്റെ അവസാനം. ലോകത്തിൻ്റെ അവസാനം എന്താ സംഭവിക്കുന്നത്? ഈ ലോകം മുഴുവനും അപ്രത്യക്ഷമാകും. മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞ് ഇല്ലാതാകും. ഈ ലോകം മുഴുവനും വെന്ത് എരിഞ്ഞ് നശിക്കുമെന്നാണ് പത്രോസ് ലീഹ പറയുന്നത്. നത്തിങ് വിൽ റിമെയിൻ, എവരിതിങ് വിൽ ബി ടേൺഡ് ഇൻടു ആഷസ്. ചാരമായി മാറും. മനോഹരമായ പ്രപഞ്ചമുണ്ടല്ലോ, ഇതിനെ നോക്കി നിങ്ങൾ ആഹ്ലാദിക്കേണ്ട. ഈ ലോകത്തെ നോക്കി നിങ്ങൾ ജീവിക്കേണ്ട. സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ഇന്ന് തീരുമാനമെടുക്കുക. കാരണം ഇത് തീർത്തും നശ്വരമാണ്. പത്രോസ് ലീഹ പറഞ്ഞ അടുത്ത വാക്യമാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഇവയെല്ലാം നശ്വരമാകയാൽ, ഏത്? ഈ ലോകം, ഇതിൻ്റെ സുഖങ്ങൾ, ഇതിൻ്റെ ഭംഗി, ഇതെല്ലാം നശ്വരമാകയാൽ നമ്മൾ എത്രമാത്രം വിശുദ്ധിയോടെ ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ലോകം നശ്വരമാണെന്നുള്ള ബോധ്യം വരുമ്പോൾ ഈ ലോകത്തിൽ വിശുദ്ധിയോടെ ജീവിച്ച് അങ്ങേ ലോകത്തേക്കുള്ള പാസ്പോർട്ട് നേടിയെടുക്കുവാനായിട്ട് നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കണമെന്നാണ് വിശുദ്ധ പത്രോസ് ലീഹ നമ്മെ ഓർപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വലത് കരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുകരങ്ങളും ഉയർത്തി ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും യേശു പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു, എൻ്റെ അനുഭവം പറഞ്ഞു. യേശു പറഞ്ഞ കാര്യം പറഞ്ഞു, വിശുദ്ധ പൗലോസ്, വിശുദ്ധ പത്രോസ് പറഞ്ഞ കാര്യം പറഞ്ഞു. വീണ്ടും സഭയുടെ പഠനം, സ്വർഗമുണ്ട്, നരകമുണ്ട്, നിത്യജീവനുണ്ട് എന്ന് സഭ തൻ്റെ മക്കളെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അതിന് ചെവി കൊടുക്കാത്തവന് രക്ഷയില്ല. നമ്മൾ ചൊല്ലുന്ന വിശ്വാസ പ്രമാണമുണ്ടല്ലോ, അത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വിശ്വാസ പ്രമാണത്തിൽ ആത്മാർത്ഥമായിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലുന്ന ഒരുത്തിന് ഉഴപ്പി ജീവിക്കാൻ പറ്റുകയില്ല. എന്താ വിശ്വാസ പ്രമാണം എങ്ങനെയാണ് അവസാനിക്കുന്നത്? ചൊല്ലി നോക്കിയിട്ടുണ്ടോ? മനസ്സിലൊന്ന് ചൊല്ലി നോക്കിക്കേ. വിശ്വാസ പ്രമാണം അവസാനിക്കുന്നതാണ്. സഭയുടെ 2 പ്രധാനപ്പെട്ട പഠനങ്ങൾ അവിടെയുണ്ട്. എന്താ? നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. അവസാനം എന്താണ്? ശരീരത്തിൻ്റെ ഉയർപ്പിലും ഞാൻ വിശ്വസിക്കുന്നു. ഇത് നമ്മൾ എല്ലാ ദിവസവും ഏറ്റുചൊല്ലും. പക്ഷേ ഇത് അധര വ്യായാമമായിട്ട് മാറുകയാണ്. മനസ്സിലില്ലാതെ, ഹൃദയത്തിലില്ലാതെ നമ്മളിങ്ങനെ ജീവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മരണമുണ്ട്, മരണാനന്തര ജീവിതമുണ്ട്. അതുകൊണ്ടാണ് സഭ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, വിശുദ്ധ കുർബാന അർപ്പിക്കണം, ഒപ്പീസ് ചൊല്ലണം എന്നൊക്കെ പറയുന്നത്. മരണത്തിന് ശേഷം ഒരു നിത്യജീവനുണ്ട്, അങ്ങോട്ടേക്ക് നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലതുകരത്തിൽ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മറ്റുള്ള രക്തസാക്ഷികൾ, ഞാൻ ചോദിക്കട്ടെ, ഈ നീറോയുടെ, റോമൻ ചക്രവർത്തിയായ നീറോയുടെ കാലഘട്ടത്തിൽ വളരെ കിരാതമായ
മർദ്ദനമുണ്ടായിരുന്നു ക്രിസ്ത്യാനികളെ തൂണിൽ കെട്ടി അവരുടെ ശരീരം മുഴുവനും വസ്ത്രങ്ങൾ ചുറ്റി എണ്ണയൊഴിച്ച് തീപ്പന്തമായിട്ട് അവരെ കത്തിച്ചിരുന്നു. പച്ചമാംസം കത്തിയെരിയുകയാണ്. ആ വെളിച്ചത്തിലാണ് മനുഷ്യർ നടന്നിരുന്നത്. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഈ ക്രിസ്ത്യാനികൾ, ഈ രക്തസാക്ഷികൾ ഈ വേദന സന്തോഷപൂർവ്വം സ്വീകരിച്ചത്? ഒരു വിശുദ്ധനെ കുറിച്ച് പ്രകാരമാണ് പറയുന്നത്. അദ്ദേഹത്തെ പീഡിപ്പിക്കുകയാണ്, വറച്ചട്ടിയിൽ കിടത്തിയിട്ട് നമ്മൾ മത്സ്യമൊക്കെ വറക്കുന്നത് പോലെ ഫ്രൈ ചെയ്യുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പുറം നന്നായിട്ട് പൊള്ളി. അദ്ദേഹം പറയുകയാണ്, വളരെ സന്തോഷത്തോട് പറയുകയാണ്, എൻ്റെ ഈ ഭാഗം നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട്, ഇനി എന്നെ മറിച്ച് കിടത്തിയാലും. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് ഈ രക്തസാക്ഷികളൊക്കെ ഈ വേദന സന്തോഷത്തോടെ സ്വീകരിച്ചു? അവർക്കറിയാം, ഈ മരണം എന്ന് പറയുന്നത് ഒരു പടി മാത്രമാണ്. ഇറ്റ് ഈസ് ഓൺലി എ സ്റ്റെപ്പ്, ഇറ്റ് ഈസ് ഓൺലി എ ഡോർ. നിത്യജീവനിലേക്കുള്ള, സ്വർഗത്തിലേക്കുള്ള ഒരു പടിയാണ്, നിത്യ ആനന്ദത്തിലേക്കുള്ള ഒരു വാതിലാണ് എന്ന ഉറച്ച ബോധ്യമുള്ളത് കൊണ്ട് അവരെല്ലാവരും ഈ ലോകത്തിലെ സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലതുകരത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, അവസാനമായി വാഴ്ത്തപ്പെട്ട ജോൺ പോൾ രണ്ടാമൻ പിതാവിൻ്റെ മരണം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? 2005 പരിശുദ്ധ പിതാവ് മരിക്കുവാൻ കിടന്നപ്പോൾ എത്ര സമാധാനത്തോടെ അദ്ദേഹം മരിച്ചു, ആനന്ദത്തോടെ മരിച്ചു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ മറക്കരുത്. ഈ കൺവെൻഷനിലെ എല്ലാ വാക്കുകൾ പറഞ്ഞാലും നമ്മുടെ ഇടയൻ, മഹാ ഇടയൻ്റെ വാക്കുകൾ, അവസാനത്തെ വാക്കുകൾ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അദ്ദേഹം പറയുകയാണ്, ഞാൻ വളരെ ആനന്ദത്തിലാണ് പോകുന്നത്. ഒരു കുട്ടി അവൻ്റെ ഹോസ്റ്റലിൽ നിന്ന് പഠനം പൂർത്തിയാക്കി തൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോകുന്നത് പോലെ അത്രയും ആനന്ദത്തോടെ ഞാൻ എൻ്റെ സ്വർഗീയ ഭവനത്തിലേക്ക് പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലതുകരത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഇമ്പവും നീയേ, ഇണയില്ല നാമമേ, അങ്ങേ ഞാൻ ആരാധിക്കും.